റിസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശുപത്രിയിലെ കസേരയിൽ നിശ്ചലമായിരിക്കുന്ന മീര, കയ്യിൽ ആദിത്യയുടെ ഫോട്ടോ. മനസ്സിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ മായുന്നു. 1 വർഷത്തെ വിവാഹം, അതിനുശേഷം വേർപിരിയാം. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൾ പതുക്കെ എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിക്കുള്ളിൽ ശിവദാസ് ഉറങ്ങുകയായിരുന്നു. മുഖത്ത് ക്ഷീണം, കൈകളിൽ സൂചികൾ. ഓരോ ശ്വാസവും വേദനയോടെയാണെന്ന് തോന്നും. മീര പതുക്കെ അച്ഛൻ്റെ കയ്യിൽ കൈവച്ചു. ശിവദാസ് കണ്ണുകൾ തുറന്നു. മോളെ, ഡോക്ടർ എന്തു പറഞ്ഞു? മീര ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവളുടെ തൊണ്ട വരണ്ടുപോയി. പക്ഷെ അച്ഛനെ വിഷമിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒന്നുമില്ല അച്ഛാ, മരുന്ന് സമയത്ത് കഴിച്ചാൽ എല്ലാം ശരിയാകും. ശിവദാസ് ചെറുതായി പുഞ്ചിരിച്ചു. നീ കള്ളം പറയുമ്പോൾ നിന്റെ കണ്ണുകൾ എന്നോട് സത്യം പറയും. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുഖം തിരിച്ചു. ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരാം അച്ഛാ. ആ സമയത്ത് രാജൻ ഹൗസിൽ ആദിത്യ തന്റെ മുറിയിലെ ജനലരികിൽ നിന്നും മഴ നോക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിൽ മുട്ടിയത്. വാ, അകത്തേക്ക്. മാധവ് കയറി വന്നു. ആദിത്യ, ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ആദിത്യ കസേരയിലേക്ക് വിരൽ ചൂണ്ടി. ഇരിക്കൂ. മാധവ് ഇരുന്നില്ല. നിന്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ആദിത്യ തിരിഞ്ഞു നോക്കി. എന്ത് മാർഗം? 1 വർഷത്തെ കരാർ വിവാഹം. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. അടുത്ത നിമിഷം ആദിത്യയുടെ ശബ്ദമുയർന്നു. ഇതെന്ത് തമാശയാണ്? ഒരു മനുഷ്യന്റെ ജീവിതം കരാറാക്കി മാറ്റാണോ? മാധവ് ശാന്തനായിരുന്നു. നിന്റെ ജീവിതം നശിപ്പിക്കാനല്ല, 2 കുടുംബങ്ങളെയും രക്ഷിക്കാനാണ്. ആ പെൺകുട്ടിക്കും ഈ വിവാഹം ആഗ്രഹമില്ല, നിനക്കുമില്ല. പക്ഷെ സാഹചര്യങ്ങൾ. ആദിത്യ ഇടയ്ക്ക് തടഞ്ഞു. ഇല്ല, എൻ്റെ മറുപടി ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ്. മാധവ് പതുക്കെ ഒരു ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. ഈ പെൺകുട്ടിയെ ഒന്ന് നോക്ക്. ആദിത്യ മനസ്സില്ലാ മനസ്സോടെ ഫോട്ടോ എടുത്തു. ഒരു നിമിഷം അവന്റെ മുഖത്ത് ചെറിയൊരു മാറ്റം. ഇന്നലെ ആശുപത്രിയിൽ അതേ പെൺകുട്ടി തന്നെ, മീര. ആദിത്യ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. മഴയിൽ നനഞ്ഞ് അച്ഛൻ്റെ റിപ്പോർട്ടുകൾ പെറുക്കിക്കൊണ്ടിരുന്ന ആ മുഖം അവന് ഓർമ്മയായി. ഒരു നിമിഷത്തേക്ക് അവന്റെ മനസ്സ് മൃദുവായി. പക്ഷെ ഉടനെ അവൻ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. അവൾ നല്ല ആളായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല. മാധവ് പുറത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. ആദിത്യ, ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതല്ല, ജീവിതം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. വാതിൽ പതുക്കെ അടഞ്ഞു. മുറിയിൽ വീണ്ടും നിശബ്ദത. ആദിത്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷെ ഇത്തവണ അവന്റെ മനസ്സിൽ ഒരു മുഖം മാത്രം, മീര. ആ രാത്രി മീര വീട്ടിലെത്തുമ്പോൾ സമയം രാത്രി 9 കഴിഞ്ഞിരുന്നു. വീട്ടിലെ ലൈറ്റ് തെളിഞ്ഞിരുന്നെങ്കിലും ആ വീട്ടിൽ സന്തോഷത്തിന്റെ ഒരു തെളിച്ചവും ഇല്ലായിരുന്നു. വാതിൽ തുറന്നതും അമ്മ സുധ ഓടി വന്നു. മോളെ, ഇത്രയും വൈകിയോ? ആശുപത്രിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അമ്മേ. അവൾ അത്രമാത്രം പറഞ്ഞു. കരാർ വിവാഹത്തെക്കുറിച്ച് പറയാൻ അവളുടെ നാവിന് ധൈര്യമുണ്ടായില്ല. അടുക്കളയിലെ മേശപ്പുറത്ത് 3 പ്ലേറ്റുകൾ. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ആർക്കും മനസ്സില്ല. ശിവദാസ് പതുക്കെ വന്ന് കസേരയിലിരുന്നു. എന്താ, ഇന്ന് എല്ലാവരും മിണ്ടാതെയാണല്ലോ? അന്തരീക്ഷം ലഘൂകരിക്കാൻ അദ്ദേഹം ഒരു പുഞ്ചിരി ശ്രമിച്ചു. മീര നിർബന്ധിച്ച് ചിരിച്ചു. ഒന്നുമില്ല അച്ഛാ, നാളെ രാവിലെ ആശുപത്രിയിൽ പോകണം. അതുകൊണ്ടാണ് എല്ലാവരും ആലോചിക്കുന്നത്. ശിവദാസ് മകളെ ശ്രദ്ധിച്ചു നോക്കി. മീര, എന്റെ ചികിത്സയ്ക്കായി നിന്റെ ജീവിതം മാറ്റിവെക്കരുത്. ആ വാക്കുകൾ കേട്ട് മീരയുടെ കയ്യിൽ സ്പൂൺ നിലത്ത് വീണു. ഒരു നിമിഷം അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ എന്തെങ്കിലും മനസ്സിലായോ? ഭക്ഷണത്തിന് ശേഷം മീര വീടിന്റെ മുറ്റത്തേക്ക് ഒറ്റയ്ക്ക് പോയി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കയ്യിൽ മൊബൈൽ ഫോൺ. സ്ക്രീനിൽ ഒരു നമ്പർ, അഡ്വക്കേറ്റ് മാധവ്. അവൾ വിളിക്കണമോ വേണ്ടയോ എന്ന് മനസ്സിൽ 2 നിറത്ത് ആലോചിച്ചു. അപ്പോഴാണ് അകത്തുനിന്ന് അമ്മയുടെ കരച്ചിൽ കേട്ടത്. മീര ഓടിയെത്തി. ശിവദാസ് ശക്തമായി ചുമയ്ക്കുകയായിരുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അച്ഛാ, സുധ ഭയന്ന് കരഞ്ഞു. അയൽവാസികളുടെ സഹായത്തോടെ ശിവദാസിനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അടിയന്തര ചികിത്സാ മുറിക്ക് പുറത്തുനിന്ന് മീര കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഡോക്ടർ പുറത്തു വന്നു. മുഖത്ത് ഗൗരവം. മീര, ഇനി ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. ശസ്ത്രക്രിയ ഉടനെ നടത്തണം. ഇല്ലെങ്കിൽ രോഗിയുടെ ജീവൻ അപകടത്തിലാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. അവൾ മതിലിൽ ചാരി നിന്നു. കണ്ണുനീർ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതേസമയം രാജൻ ഹൗസിൽ രാജശേഖരനും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ആദിത്യ അച്ഛൻ്റെ കിടക്കരിയിൽ ഇരുന്നു. രാജശേഖർ പതുക്കെ മകന്റെ കൈ പിടിച്ചു. ആദിത്യ, എനിക്ക് നിന്നോടൊരു വാക്ക് ചോദിക്കാനുണ്ട്. എന്താ അച്ഛാ? ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ ഞാൻ ഇല്ലാതായ ശേഷം നീ ഒറ്റയ്ക്ക് ജീവിക്കരുത്. ആദിത്യ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ്റെ കൈ മാത്രം മുറുകെ പിടിച്ചു.
രാത്രി 12 മണി. ആശുപത്രിയുടെ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നിന്ന മീര ഒടുവിൽ ഫോൺ എടുത്തു. അവളുടെ വിരൽ മാധവിന്റെ നമ്പറിന് മുകളിൽ നിശ്ചലമായി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ കണ്ണുകൾ അടച്ച് കോൾ ബട്ടൺ അമർത്തി. ഫോൺ റിങ് ചെയ്തു. മൂന്നാമത്തെ റിങ്ങിൽ മറുവശത്ത് നിന്നും ശബ്ദം. ഹലോ, മാധവ് സംസാരിക്കുന്നു. മീരയുടെ ശബ്ദം വിറച്ചു. സർ, എനിക്കൊരു കരാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം. മാധവ് ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ ശാന്തമായി പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് എൻ്റെ ഓഫീസിലേക്ക് വരൂ. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. ഫോൺ കട്ട് ചെയ്തു. മീര ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. മനസ്സിലൊരു ചോദ്യം മാത്രം. ഈ തീരുമാനം എൻ്റെ അച്ഛനെ രക്ഷിക്കുമോ അതോ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമോ? രാവിലെ 9 മണി. കൊച്ചി നഗരം പതിവ് പോലെ തിരക്കിലായിരുന്നു. പക്ഷേ മീരയുടെ മനസ്സിൽ മാത്രം ഒരു വലിയ നിശബ്ദത. രാത്രി മുഴുവൻ ഉറങ്ങാനായിരുന്നില്ല. കണ്ണുകൾ ചുവന്നിരുന്നു. ബസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നെങ്കിലും ഒന്നും കാണുന്നില്ല. മനസ്സിൽ മുഴുവൻ ഇന്നലെ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ മാത്രം. ഇനി വൈകിയാൽ രോഗിയുടെ ജീവൻ അപകടത്തിലാകും. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. ദൈവമേ, ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ശരിയാകട്ടെ. 10 മണി. മാധവ് അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ റിസപ്ഷനിൽ നിന്ന് ഒരു ജീവനക്കാരൻ പറഞ്ഞു, മാഡം, സാർ അകത്ത് കാത്തിരിക്കുന്നു. മീര പതുക്കെ വാതിൽ തുറന്നു. മാധവ് ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. അവൾ വന്ന ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു. വാ മോളെ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു അച്ഛന്റെ സ്നേഹമുണ്ടായിരുന്നു. അത് മീരയുടെ മനസ്സിലെ ഭയം കുറച്ചു. ഇരിക്കൂ. മീര കസേരയിലിരുന്നു. മാധവ് അവളുടെ മുന്നിലേക്ക് ഒരു ഫയൽ നീക്കി. ഇതാണ് കരാർ. മീര ഫയൽ തുറന്നു. ആദ്യ പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, വിവാഹ കരാർ. അവളുടെ വിരലുകൾ ചെറുതായി വിറച്ചു. മാധവ് പതുക്കെ ഓരോ നിബന്ധനയും വിശദീകരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ നിബന്ധന, ഈ വിവാഹം 1 വർഷത്തേക്ക് മാത്രം. രണ്ടാമത്തെ നിബന്ധന, ഈ 1 വർഷം നിങ്ങൾ നിയമപരമായി ഭാര്യയും ഭർത്താവുമായിരിക്കും. മൂന്നാമത്തെ നിബന്ധന, 1 വർഷം കഴിഞ്ഞാൽ ഇരുവരുടെയും സമ്മതത്തോടെ വിവാഹമോചനം. നാലാമത്തേത്, നിന്റെ അച്ഛന്റെ ചികിത്സയും വീട്ടുചെലവും മുഴുവനും രാജൻ കുടുംബം ഏറ്റെടുക്കും. മീര നിശബ്ദമായി കേട്ടിരുന്നു. അവൾക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സർ. മാധവ് അവളെ നോക്കി. ഒരു കാര്യം ചോദിക്കട്ടെ? തീർച്ചയായും. എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? മാധവ് കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, കാരണം പണം മാത്രം കണ്ടിരുന്നെങ്കിൽ നീ ഇന്നലെ തന്നെ ഈ കരാർ ഒപ്പിട്ടേനെ. പക്ഷെ നീ ആദ്യം ചിന്തിച്ചത് നിന്റെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ്. അത്തരമൊരു പെൺകുട്ടിയാണ് ഈ വീട്ടിന് വേണ്ടത്. ആ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അതേസമയം രാജൻ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസ് ആദ്യത്തെ മീറ്റിംഗിലായിരുന്നു. പക്ഷെ ശ്രദ്ധ മുഴുവൻ മറ്റെവിടെയോ. മേശപ്പുറത്തിരുന്ന ഫയൽ തുറന്നു കിടക്കുന്നു. അതിനുള്ളിൽ മീരയുടെ ഫോട്ടോ. വിക്രം അത് കണ്ട് ചിരിച്ചു. എന്താടാ, ഇന്നലെ വരെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പോൾ ഫോട്ടോ നോക്കിയിരിക്കുകയാണോ? ആദ്യത്തെ ഉടൻ ഫയൽ അടച്ചു. നീ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. പിന്നെ അവൾക്ക് എന്ത് തെറ്റാണ് സംഭവിച്ചതെന്ന് മാത്രം ആലോചിക്കുകയായിരുന്നു. വിക്രം പുഞ്ചിരിച്ചു. ചിലപ്പോൾ ജീവിതം ഉത്തരങ്ങൾ ആദ്യം തരില്ല, ചോദ്യങ്ങളാണ് ആദ്യം തരുന്നത്. ഓഫീസിൽ നിന്ന് പുറത്തെങ്ങിയ മീര ഫയലിലേക്ക് നോക്കി. ഒപ്പിടാനുള്ള സ്ഥലം ശൂന്യമായിരുന്നു. പേന കയ്യിലെടുത്തു. പക്ഷെ ഒപ്പിടാൻ കഴിഞ്ഞില്ല. അതേ നിമിഷം ആശുപത്രിയിൽ നിന്ന് ഫോൺ. മീര, അച്ഛന്റെ ആരോഗ്യനില വീണ്ടും മോശമായിട്ടുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഫയൽ താഴേക്ക് വീണു. മുഖം വിളറി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ ആശുപത്രിയിലേക്ക് ഓടി. ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ മീര ഓട്ടോയിലേക്ക് കയറി. ചേട്ടാ, സിറ്റി മെഡിക്കൽ കോളേജ്, എത്രയും വേഗം പോണം. ഓട്ടോ തിരക്കേറിയ റോഡിലൂടെ മുന്നോട്ട് പാഞ്ഞു. ഓരോ സിഗ്നലിൽ നിൽക്കുമ്പോഴും മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. മൊബൈലിൽ ആശുപത്രിയിൽ നിന്ന് വീണ്ടും കോൾ. മാഡം, എവിടെ എത്തി? 5 മിനിറ്റിനുള്ളിൽ എത്തും. വിറയുന്ന ശബ്ദത്തിൽ അവൾ മറുപടി നൽകി. ആശുപത്രിയിലെത്തിയ മീര നേരെ ICUവിലേക്ക് ഓടി. ഡോക്ടർ പുറത്തേക്ക് വന്നു. നിങ്ങൾ മീരയാണോ? അതെ ഡോക്ടർ. അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഇപ്പോൾ അപകടനില നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇനി ചികിത്സ വൈകിയാൽ കഴിയില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനം വേണം. മീര തലകുനിച്ചു. അവൾക്ക് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞ് ശിവദാസ് കണ്ണുകൾ പതുക്കെ തുറന്നു. മീര അടുത്തു ചെന്നിരുന്നു. അച്ഛാ. അദ്ദേഹം ക്ഷീണിച്ച പുഞ്ചിരിയോടെ മകളെ നോക്കി. നീ കരഞ്ഞോ? ഇല്ല. നിന്റെ കണ്ണുകൾ കള്ളം പറയില്ല മോളെ. കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെ ശിവദാസ് മൃദുവായി പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഒരച്ഛനും തന്റെ മകളുടെ സന്തോഷം പണയം വെക്കാൻ ആഗ്രഹിക്കില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ അച്ഛന്റെ കയ്യിൽ മുഖം ചേർത്ത് കരഞ്ഞു. അതേസമയം രാജൻ ഹൗസിൽ
രാജശേഖറിന്റെ ആരോഗ്യവും മോശമായിരുന്നു. മാധവ് അവിടെ എത്തി. രാജ, ഞാൻ മീരയെ കണ്ടു. രാജശേഖർ പ്രതീക്ഷയോടെ ചോദിച്ചു. അവൾ സമ്മതിച്ചോ? ഇല്ല, പക്ഷെ അവൾ പോരാടുകയാണ്. അവളുടെ മനസ്സും സാഹചര്യവും തമ്മിൽ. രാജശേഖർ ദീർഘനിശ്വാസം വിട്ടു. ആദിത്യയോ? മാധവ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവനുമില്ല. പക്ഷെ അവന്റെ മനസ്സ് ആ വാക്കിനൊപ്പം നിൽക്കുന്നില്ല. വൈകുന്നേരമായി. ആശുപത്രിയുടെ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നിന്ന മീര കയ്യിലുണ്ടായിരുന്ന കരാർ ഫയൽ വീണ്ടും തുറന്നു. അവൾ ഒരു പേജ്, പിന്നെ മറ്റൊരു പേജ്, ഓരോ വരിയും ശ്രദ്ധയോടെ വായിച്ചു. അവസാനം ഒപ്പിടാനുള്ള സ്ഥലത്ത് അവളുടെ കണ്ണുകൾ നിശ്ചലമായി. അവൾ ബാഗിൽ നിന്ന് പേനയെടുത്തു. വിരലുകൾ വിറച്ചു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അച്ഛനെ രക്ഷിക്കാൻ എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല. അവൾ പതുക്കെ മീര നായർ എന്ന് ഒപ്പിട്ടു. ഒപ്പിട്ട ഉടനെ അവൾ കണ്ണുകൾ അടച്ചു. ഒരു തീരുമാനം, ഒരൊപ്പ്. അവളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കില്ല. അതേസമയം മാധവിന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തി. കരാറിൽ ഞാൻ ഒപ്പിട്ടു. മാധവ് ഉടൻ തന്നെ രാജൻ ഹൗസിലേക്ക് തിരിച്ചു. ആദിത്യ തന്റെ മുറിയിലായിരുന്നു. മാധവ് ഫയൽ അവന്റെ മുന്നിൽ വെച്ചു. മീര ഒപ്പിട്ടു. ആദിത്യ ഫയലിലേക്ക് നോക്കി. കുറച്ച് നിമിഷങ്ങൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ ചോദിച്ചു, അവൾ കരഞ്ഞിരുന്നോ? മാധവ് ശാന്തമായി മറുപടി നൽകി. അതെ, പക്ഷെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല, സ്വന്തം അച്ഛന് വേണ്ടിയാണ്. ആ മറുപടി കേട്ടപ്പോൾ ആദിത്യയുടെ മുഖം മാറി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ജീവിതവും ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു.